ഏകദേശം ആളുകൾ കുറച്ച് പേര് ഇതൊരു ലാഭമുള്ള കൃഷി എന്നുള്ളത് ആയതുകൊണ്ട് മാത്രം കുറേ പേരൊക്കെ ഇതിലേക്ക് വയലുകളെല്ലാം മാന്തോപ്പുകളായി. പിന്നെ അത് കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളമില്ലാത്തതിന്റെ ഒരു പ്രധാന പ്രശ്നമാണ്. വെള്ളത്തിന്റെ ഇത് കുറഞ്ഞപ്പോഴാണ് മാറിയത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും വെള്ളം കൂടുതലുള്ള ഒരു സ്ഥലത്ത് മാവും തൈ വെച്ചിട്ട് കാര്യമില്ല, അത് പൂക്കും കായ്ക്കുകയും ചെയ്യില്ല. അപ്പോൾ പതിയെ വെള്ളങ്ങൾ കുറഞ്ഞ സ്ഥലങ്ങളായപ്പോൾ ആളുകൾ ആ ഭാഗങ്ങളിലൊക്കെ മാവ് വെച്ചു. അപ്പോൾ ഇതൊരു വലിയൊരു ചിലവ് കുറഞ്ഞതും ഈ കൃഷി ചെലവ് ഏറ്റവും കുറവുള്ളൊരു കൃഷിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാവ് കൃഷി. അത് ശരിക്കും ആ ഒരു നല്ല രീതിയിലേക്ക് വന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഏകദേശം 2015 വരെ. ഇവിടെ ഞാനൊരു 8 to 10 ഏക്കറോളം ഇവിടെ ഉണ്ട് അല്ലേ? ആവറേജ് എങ്ങനെ ഒരു ഈൽഡ് കിട്ടാറ് പെർ ഏക്കർ? ഇത് സാധാരണ ഇതിൽ പെർ ഏക്കറിന് ഒരു ശരിക്കും സാധാരണ പണ്ട് മീൻസ് ഒരു 10 വർഷം വരെയുള്ളതിൽ ഏകദേശം ഒരു ഏക്കറിന് 2 ലക്ഷം രൂപ വരെ കിട്ടിക്കൊണ്ടിരുന്നു. ഒരു സീസണിൽ 3 വരെ കിട്ടിയ ആളുകളും ഉണ്ട്. നല്ല ക്രോപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാതെ പോകാൻ പറ്റും. ബാക്കി കൊല്ലം മുഴുവൻ ഓടിക്കാൻ പറ്റുന്നത് കിട്ടും. 3 മാസമല്ലേ കിട്ടുള്ളൂ അല്ലേ? അതെ 3 മാസമേ ഉള്ളൂ. പക്ഷെ അങ്ങനെയാണെങ്കിലും ഇതിൻ്റെ ചിലവ് കുറവും. ഇത് ശരിക്കും ഒറ്റ ക്രോപ്പായതുകൊണ്ട് ആ ഒരു ഇത് 3 മാസത്തെ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിക്കാർക്കും റെസ്റ്റായി, മാവിനും റെസ്റ്റാണ്. അങ്ങനത്തെ ഉള്ളൊരു ഇതാണ്. അപ്പം നെൽകൃഷിയോ മറ്റുള്ളതിലെ പോലെ 365 അതിൻ്റെ ചോട്ടിൽ പണിയെടുക്കേണ്ട ഒരു കാര്യമില്ല, ബാക്കി സമയം നമുക്ക് ചെയ്യാനുള്ള അവസ്ഥയുണ്ടായിരുന്നു. ആ ഒരു രീതിയിലായിരുന്നു. പക്ഷേ ഇത് ഇങ്ങനെ കാലാവസ്ഥ മാറ്റവും ഇതൊക്കെ ആയപ്പോൾ ഇപ്പോഴാണ് 2 വർഷമായിട്ട് മാവുകൾ ഏകദേശം വലിയ മാവുകളൊന്നും കായ്ക്കാത്ത ലെവലിലെത്തി, തീരെ കായ്ക്കുന്നില്ല. ഒരു 10 to 15 വർഷം പഴക്കമുള്ള മാവുകൾ മാത്രമേ നല്ല കായ്ഫലമുള്ളൂ. ബാക്കി 15 തുടങ്ങി 35 വരെ വർഷം പഴക്കമുള്ള മാവുകളൊന്നും തീരെ കായ്ക്കണേ ഇല്ല. ഞാൻ ചോദിക്കട്ടെ, ഈ 10 കൊല്ലമായിരുന്നു 10-35 വെറൈറ്റി എന്ന് പറഞ്ഞു. ഈ കൊണ്ടുവന്ന് വെച്ച വെറൈറ്റി പ്രശ്നമായിട്ടാണോ? ഇവിടെ പലരും മൂവാണ്ടൻ മാവിലേക്ക് തിരിച്ചു പോകണമെന്നൊക്കെ പറയണായിട്ട്. മൂവാണ്ടൻ അങ്ങനെ തോട്ടം അടിസ്ഥാനത്തിലൊന്നും ആരും ചെയ്യാറില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെറൈറ്റിയാണ് എല്ലാവർക്കും താല്പര്യം. മൂവാണ്ടൻ കിട്ടിയാൽ ലാഭം കിട്ടില്ല. മൂവാണ്ടൻ ലാഭം കിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ മൂവാണ്ടനാണ് ആകെ ഉള്ളത്. ഇപ്പൊ അങ്ങനെയാണ് ഒരു കാലാവസ്ഥ വന്നിരിക്കുന്നത്. ഇപ്പൊ മൂവാണ്ടൻ കായ്ക്കുന്നുണ്ട്. ഇതിപ്പോ നോക്കിയാൽ കാണാം. മൂവാണ്ടനിൽ മാത്രമേ നമ്മുടെ ഇവിടെ പിടിക്കുന്നുള്ളൂ മീൻസ് ഇത്തവണത്തെ കാലാവസ്ഥയിൽ. ബാക്കി ഒരു വെറൈറ്റിയിലും ആകെ 1-2 എവിടെയെങ്കിലും കാണാം.